പ്രൊജക്റ്റ് കൊണ്ടിരുന്നത് എന്നിട്ട് അങ്ങനെ കോടികളിൽ ആ കോടികളൊക്കെ ചിലപ്പോൾ അങ്ങനെ ബുക്കിൽ എഴുതിയേക്കും. ആ ടാക്സ് ഓഫീസർ വന്ന് ആ സാധു വിചാരിക്കും ഇതൊക്കെ നിങ്ങളടുത്തുള്ളത് തന്നെയാണ്, എവിടെ വെറുതെ അങ്ങനെ സ്വപ്നം കണ്ട് എഴുതുകയാണ്. സത്യത്തിൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് വരാനുള്ളൊരു സാധനമാണ്. ഇതേപോലെ നിങ്ങളോട് ഞാനൊരു പ്ലാൻ, ഒരു ചെറിയ വേര് വരപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള വലിയ ഒരു വര തന്നെയാണ് ബുർജ് ഖലീഫക്കും നടന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബിൽഡിങ്ങിന് നടന്നത് ആദ്യം പേപ്പറിലെ വരെയാണ്, എന്നിട്ട് അത് ബുർജ് ഖലീഫ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം മനസ്സിലൊന്ന് കണ്ടുവെക്കാം. നമുക്ക് നമ്മളിങ്ങനെ കണ്ണടച്ച് ആ ലെവലിൽ ഇങ്ങനെ പോയി നമ്മളെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണുക. പരീക്ഷ എഴുതുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞേ, നിങ്ങളൊന്ന് ചെയ്തു നോക്കിൻ. ഞാൻ പറയുന്നു, ചുരുങ്ങിയത് ഇപ്പോഴത്തെ നിങ്ങളുടെ ശക്തിയേക്കാൾ 100 ടൈംസ് എന്നൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയും. ഞാൻ കുറച്ച് പറയാം, 10 ടൈംസ് എങ്കിലും നിങ്ങൾ പവർഫുൾ ആവും, 10 ഇരട്ടിയെങ്കിലും. സിമ്പിളാണ് കേൾക്കുമ്പോൾ, ഇതാപ്പോ എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് ചെയ്തു നോക്ക്. എന്നിട്ട് ശ്വാസം ഇങ്ങനെ നിയന്ത്രിച്ച് ജസ്റ്റ് നമ്മളെ നമ്മുടെ ഉള്ളിൽ കാണുക. ആ കാണുന്ന നമ്മളിൽ രസകരമായി വർണ്ണം കൊടുക്കണം. അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റും. കുറച്ച് എസ്തെറ്റിക് സെൻസുകൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. നമുക്ക് നല്ല കളറ്, ഭയങ്കര രസം, പിന്നെ നല്ല ഭംഗി. നമ്മളല്ല ഭംഗി കാണാൻ നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവുമല്ലോ, അതിനല്ല ഇപ്പം ഇത്രയും വലിയ കുപ്പായതൊക്കെ നമ്മൾ നടക്കുന്നത്. ഏതായിരുന്നാലും നല്ല ഭംഗി, പിന്നെന്തായിരിക്കും, പിന്നെ ഒന്ന് തിളക്കം. ഇത് 3 കൊടുക്കണ്ടേ. നല്ല ഷൈനിങ്, നല്ല ബ്യൂട്ടി, അതോടൊപ്പം തന്നെ പിന്നെന്ത്, ആദ്യം പറഞ്ഞ എന്താ, കളർ. നല്ല കളറ്, നല്ല ബ്യൂട്ടി, നല്ല തിളക്കം. ഇതങ്ങോട്ട് കൊടുക്കുക ആൾക്ക്. റൈറ്റ്. നിങ്ങൾക്ക് ഇടയ്ക്ക് സജഷൻ മാറ്റാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് പഠിച്ചിട്ട് തലയിൽ കയറണില്ല, അപ്പോൾ തൽക്കാലം എന്തിനെ മാറ്റുക, തിളക്കത്തെ മാറ്റരുത്, ബ്യൂട്ടിനെ മാണിക്കാണ്ട് മാറ്റിക്കാളാം. തിളക്കവും കളറും ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ബ്യൂട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനാണ്ട് മാറ്റിയിട്ട് അവിടെ നന്നായിട്ട് ബ്രെയിൻ ഉപയോഗിക്കുന്ന, നന്നായിട്ട് പഠിക്കുന്ന എന്ന് മനസ്സിൽ കൊടുക്കുക. ഓട്ടോ സജഷനാണ്. എന്നിട്ട് ഇങ്ങനെ അതെൻ്റെ പീക്ക് കൊണ്ടുപോവുക. നിങ്ങൾ നോക്കിയോട്ടോ, നല്ല രസമായിരിക്കും. ഞാൻ ചെയ്യണോണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്, നല്ല രസമായിട്ടാണ് ചെയ്തു തുടങ്ങിയാൽ അതിനടുത്തേക്ക് കൊണ്ടുവരിക. അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഉള്ളിലേക്ക് കയറ്റുക, ചുറ്റുള്ളിലേക്ക്. എന്നിട്ട് ആ വലിയ ഇങ്ങനെ വലിച്ചിങ്ങനെ വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഫുള്ള് ഒരു കളറും ഒരു പ്രത്യേകമായ ഒരു ബ്യൂട്ടിയും ഒരു പ്രത്യേകമായ തിളക്കവും നിറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പുണ്ടാവും. ഇനി ഞാൻ ആൺകുട്ടികളോട് പറയാം, അതായത് നിങ്ങൾ ലോക ഫുട്ബോളേഴ്സിനെടുത്തോ അവരുടെ ബയോഗ്രഫിയും കാര്യങ്ങളും ചെക്ക് ചെയ്തൊക്കെ അവർ ചെയ്യുന്ന തെറാപ്പിയാണ്. സൈക്കോളജിസ്റ്റുകൾ അവർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അടി പോകുന്നത് ഇവർക്കൊക്കെ പ്രശ്നം അതാണല്ലോ. ഈ മറ്റേ എന്താ പറയുക, പെനാൽറ്റിക്ക് അടിക്കുന്ന സമയത്ത് തെറ്റലാണ് ഇവരുടെ ആകെയുള്ള പ്രശ്നം. മെസ്സിയൊക്കെ എത്ര കൊല്ലം അടിച്ചതാണ് ഈ പെനാൽറ്റി, ആണ്ട് പോവുകയല്ലേ തെറ്റിയിട്ട്. വേറുള്ളവർ എത്ര അടിച്ചതാണ്. കാരണം എന്തുകൊണ്ടാ, ഇത്രയൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് ആ നിമിഷ നേരത്തേക്ക് അൺകോൺഷ്യസ് നമ്മളോട് വിട പറയാണ്. കോൺഷ്യസ്ലി അടിക്കുന്ന സമയത്ത് വളരെ കോൺഷ്യസ് ആയി അത് മാത്രമാകുമ്പോൾ ചിലപ്പം ഗോളി എങ്ങോട്ടെങ്കിലൊക്കെ കണ്ട് കറങ്ങും, അതോടുകൂടി അടി മിസ്സാവും. എത്രയോ സ്പോട്ടിൽ നിന്ന് അടിച്ച് ശീലമുള്ള ആളുകളുടെ അടി തെറ്റുന്നത് മനസ്സ് പതറുന്നത് കൊണ്ടാണ്. മനസ്സിൻ്റെ പതർച്ച ഏറ്റവും പ്രത്യേകത. ആ മനസ്സിൻ്റെ പതർച്ച വന്നു കഴിഞ്ഞാൽ നമുക്കാകെ താളം തെറ്റും. എത്ര വലിയ കളിക്കാരനായാലും താളം തെറ്റുന്നു, എത്ര വലിയ ആൾക്കാരായാലും താളം തെറ്റും. നേരെ മറിച്ചിട്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം തെറാപ്പീസ് അവർക്ക് വരെ കൊടുക്കണേ. ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് തെറ്റുന്നുണ്ട് ചില നിമിഷത്തിലെങ്കിലും. ചില സമയത്ത് അവർ ഐതിഹാസികമായി കയറിപ്പോകുന്നുണ്ട്. നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചെയ്തു നോക്ക്. മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ, അതിലെന്താണ്ടാവുക, സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, ഈ പറയുന്ന സാധനങ്ങൾ നമുക്കുണ്ടാകും. നിങ്ങൾ നോക്കിക്കോ, പ്രസംഗമറിയാത്ത ഒരാൾ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് ചെയ്തിട്ട്, പ്രസംഗത്തിന് തൊട്ട് മുമ്പേ ഒരു 10 മിനിറ്റ് ഇത് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രസംഗിച്ചു നോക്ക്. സാധാരണ രീതിയിൽ നിങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ശക്തിയിൽ നിങ്ങൾക്ക് ഈ പ്രസംഗങ്ങൾ നടത്താൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുകയാണ്. അൺകോൺഷ്യസ് മൈൻഡ് ഉണരുമ്പോൾ സാധാരണ രീതിയിലുള്ള ടോക്കിൽ നിന്ന് മാറും. ആ മാറ്റത്തിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വിദ്യാർത്ഥി കൂട്ടങ്ങളോട്, IIT സ്റ്റുഡൻസിനോട്, മറ്റുള്ളവരോടൊക്കെ ലോകത്തിലെ വലിയ വലിയ ട്രെയിനേഴ്സ് പറയുന്ന കാര്യത്തിനെ വോയിസ് ഓഫ് ഓർക്കാട്രിക്ക് വേണ്ടി കൊച്ചുവായ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിലും പൂനെയിലും എല്ലായിടത്തും ക്യാമ്പുകൾ നടക്കുക. സമർത്ഥമായി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠിക്കുന്നതിന് മുമ്പേ അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്, ആഴങ്ങളിലേക്ക് വിഷയങ്ങൾ കയറാൻ തെറാപ്പിയുടെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വോയിസ് ഓഫ് ഓർക്കാട്രി നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ഒരു പാലപാഠമെങ്കിലും പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ ശക്തമായി അതിനൊന്ന് ചെയ്ത് പിന്നൊന്ന് പഠിക്കാൻ ഇരുന്ന് നോക്ക്. അതീവ രസകരമായി നിങ്ങൾക്ക് തോന്നും.
നിങ്ങൾ സീരിയസ് ആയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നല്ല രസകരമായി നിങ്ങളുടെ മനസ്സിലേക്ക് പഠിക്കണം ഒരു ഹീറോയിസം കടന്നു വരും, പഠിക്കുമെന്ന ഒരു ബോധ്യം കടന്നു വരും, എങ്ങനെയെങ്കിലും ഞാൻ നല്ല മാർക്ക് വാങ്ങും എന്നുള്ളൊരു അവസ്ഥ കടന്നു വരും. ചില കുട്ടികൾ വൈകിപ്പോയതിൻ്റെ പേരിൽ നിരാശ നിങ്ങളുടെ മനസ്സിൽ തോന്നുമെങ്കിൽ ആ നിരാശ പോലും പോയി നല്ലൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും എന്നതാണ്. അവിടെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, ഞാനിപ്പോൾ പഠിക്കുന്ന മെത്തേഡ് പറയുന്നില്ല, കാരണം ഇനി ദിവസങ്ങളില്ലല്ലോ പഠിക്കാൻ. അതുകൊണ്ട് പഠിത്തം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ ഡെയിലി പഠിക്കണം, 6 മണിക്കൂർ കിടന്നുറങ്ങണം, 6 മണിക്കൂർ നിങ്ങൾ ലെഷർ ടൈമിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം, 6 മണിക്കൂർ നിങ്ങൾ സ്കൂളിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് 6 മണിക്കൂറിന് പറയാൻ നേരമില്ല. കാരണം ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ നിങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആവണം. ഉറക്കത്തെ കുറക്കണ്ട. ഉറക്കം കുറച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ സെൻഡിക്റ്റുകൾ നഷ്ടപ്പെടും, മനസ്സിൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഉറക്കം കുറക്കരുത്. മാനസിക രോഗികൾക്ക് സൈക്കാട്രിസ്റ്റുകൾ കൊടുക്കുന്ന ആദ്യത്തെ പരിപാടി അതാണ്, സഡേറ്റീവ് മെഡിസിനാണ്. ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. 4 ദിവസം ഉറങ്ങിയാൽ ശരിയാവും എന്നാ പറയാ. അതുകൊണ്ട് ഉറക്കം ഒഴിച്ചുകൊണ്ട് ശരിയാവും നിങ്ങൾ വിചാരിക്കേണ്ട, കൃത്യമായി നമ്മൾ ഉറങ്ങണം. ആ ഒരു 6 മണിക്കൂർ ഉറക്കം ഒഴിച്ചിരുന്നിട്ട് എന്താ കാര്യം? അത് കൃത്യമായിട്ട് ഉറങ്ങിക്കോന്ന്. 6 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി 18 മണിക്കൂറില്ലേ? ആ 18 മണിക്കൂർ നിങ്ങൾ സജീവമായിട്ട് ഉണർന്നിരുന്നോ? അതിലിടയ്ക്ക് ഭക്ഷണം കഴിച്ചോ, പ്രാർത്ഥനകൾ നടത്തിക്കോ, നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്തോ. അതിൻ്റെ ഒക്കെ ഇടയിൽ 12 മണിക്കൂറെങ്കിലും ഞാൻ കൃത്യമായി പഠിച്ചു എന്ന് എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ സമയത്ത് നിങ്ങൾ വിലയിരുത്തണം. 24 അവേഴ്സിൽ നേർപാതി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. മടി കൂടാതെ ഇരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന പണി കുത്തിയിരുന്ന് പഠിക്കല്ലേ. പകരം എന്ത് ചെയ്യുക? ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ഈ ടോപ്പിക്കുകൾ തലയിൽ കയറാൻ നടന്നിട്ട് ചെയ്തോ, ടീച്ചിങ് പെഡഗോഗിയിലൂടെ ചെയ്തോ. ഞാൻ ചുരുക്കി പറയാൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്ന് മനസ്സിൽ കേട്ട് എന്നിട്ട് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ റൂമിൽ കയറി, നിങ്ങളുടെ സ്വന്തം ഉമ്മാൻ്റെ റൂമോ അപ്പാൻ്റെ റൂമോ നിങ്ങൾക്ക് റൂം ഉണ്ടെങ്കിൽ അതിലോ കയറി ക്ലാസ് എടുക്കും പോലെ നിങ്ങൾ എടുത്തു നോക്ക്. 21 ടൈംസ് 21 ഇരട്ടി നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ശക്തിയാണ് ഒരു പ്രാവശ്യം ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ. ഈ കാണുന്ന അധ്യാപകർക്കൊക്കെ ഈ സബ്ജക്റ്റ് ഇത്ര വിവരം ഉണ്ടായിരുന്നില്ല. പിന്നെ വിവരം വെച്ചു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അവരോട് തന്നെ ചോദിച്ചു നോക്ക്, ക്ലാസ് എടുത്തതിൻ്റെ ശേഷമാണ്. അതുകൊണ്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനും നമ്മുടെ മുമ്പിൽ 4-5 ആൾക്കാരൊന്നും ഇരുത്തണ്ട. പറ്റുമെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടല്ലോ. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിക്കാരും ഓരോരുത്തരും ക്ലാസ് എടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. അതങ്ങനെയല്ല ഇങ്ങനെയെന്ന് പെട്ടെന്ന് സബ്ജക്റ്റ് പഠിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ 10 സബ്ജക്റ്റുകളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആകെ 10 സബ്ജക്റ്റ്. നേരെ മറിച്ച് PG-ക്കാർക്ക് ആകെ 5 സബ്ജക്റ്റ് പഠിക്കാനുള്ളെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ വായിക്കാനുണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങളൊരു PhD ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എൻ്റെ സാറ് തന്നത് 365 പുസ്തകങ്ങളുടെ ലിസ്റ്റാണ്. 365 പുസ്തകങ്ങളുടെ ലിസ്റ്റ് തന്നിട്ട് ഇത് മുഴുവൻ വായിക്കാതെ സിനാപ്സിസ് എഴുതരുതെന്നും പറഞ്ഞ് 365 പുസ്തകം വായിക്കാനുള്ള ആകെയുള്ള സമയം 3 വർഷമാണ്. എന്ന് വെച്ചാൽ ഏകദേശം 120 പുസ്തകം ഒരു വർഷത്തിൽ നമ്മൾ വായിച്ചു തീർക്കണം. എത്ര പണിയായിരിക്കും അത് ഇത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ. അത് വേഗം വായിച്ചു പോകാൻ അവർ തരുന്നൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ റിസർച്ച് ചെയ്തിരുന്ന സമയത്ത് അതെന്താണ്? ഓരോ പേജും മറിക്കുമ്പോൾ പോയിന്റ്സ് മാത്രം ഏറ്റെടുത്തോ, എന്നിട്ട് തെറാപ്പിയിലൂടെ തലക്കകത്തേക്ക് കയറ്റിയേക്ക് എന്നാണ്. അങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്ന ഓരോ ആളുകളും തങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചു തീർത്ത വിവരത്തെ തങ്ങളുടെ തലയിൽ കൊണ്ട് നടക്കുന്നത്. അല്ലാതെ മാസ്മരികമായി വേറെ ഒന്നുമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ആകെ 10 പുസ്തകങ്ങൾ, അത് മിത്തീരെ പോകുന്ന 10 പുസ്തകങ്ങളെ പഠിക്കാനുള്ളൂ. അത് ചെറുതാണ്. +2-കാർക്കാകട്ടെ 6 പുസ്തകങ്ങൾ, അതേപോലെ ഡിഗ്രിക്കാർക്കാകട്ടെ ഏറിപ്പോയാൽ 5-6 പുസ്തകങ്ങൾ. ആകെ ഇത്രേ പഠിക്കാനുള്ളൂ. ഈ പുസ്തകങ്ങൾ അത് കറക്റ്റായി തലയിൽ കേട്ടി ശ്വാസങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നടന്ന് പഠിക്കുന്ന, ക്ലാസ് എടുത്ത് പഠിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ പഠിത്തം ഒരു ഹരമായി നിങ്ങൾക്ക് തോന്നും, അതീവ രസകരമായി നിങ്ങൾക്ക് തോന്നും. കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉറക്കം വരാം, ചിലപ്പോൾ തളർച്ച വരാം. അതിലിടയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? വെള്ളം കുടിക്കാൻ വേണം. കാരണം നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടി എന്ന് പറഞ്ഞാൽ നടക്കണം. ഞാനിവിടെ കുടിക്കാത്തത് നോക്കണ്ട, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് കുടിച്ചോളാം. കാരണം അതിന് നിന്നാൽ പിന്നെ നിങ്ങളുടെ ടൈം പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോലും വെള്ളം കുടിക്കാത്തേ. ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചാൽ നമുക്കൊരു നല്ലൊരു സുഖം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പിന്നെ എന്തായാലും ഉറങ്ങാനും പറ്റൂല. കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരും. കാരണം അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് വരണമല്ലോ. അതുകൊണ്ട് നല്ല ശക്തമായി ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക, നടന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക. ആ നടക്കുന്ന കാര്യങ്ങളുടെ പോയിന്റ്സ് തലയിലേക്ക് കയറ്റുക. പോയിന്റ്സ് മാത്രമേ 10ാം ക്ലാസ് ഒന്നും നോക്കണ്ട. ഇംഗ്ലീഷ് മാത്രങ്ങളൊന്ന് ശ്രദ്ധിച്ച് വരികൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളതൊക്കെ പോയിന്റ്സും സ്റ്റെപ്സും ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഭാഷയുടെ അതീവ കോർവുകളൊന്നും നോക്കുന്നില്ല. കാരണം പേപ്പർ നോക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, അവരിങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നത് നിങ്ങളുടെ ആ വലിയ പേജിൽ എല്ലാ പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ പണ്ടൊക്കെ കത്തെഴുതാറുണ്ടല്ലോ, ഭാര്യ ഭർത്താവിന് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഭർത്താവ് കണ്ട് വായിച്ചറിയുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതേമാതിരി ഓരോ വരിയും വായിച്ചു നോക്കും അധ്യാപകർ. നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ആ സാധുവിന് കൊടുത്തത് 5000 പേപ്പറാണ്. അതും വെക്കേഷനിൽ ഇതൊക്കെ നോക്കി തീരുമാനം. ആകെ ചടച്ചിട്ടായിരുന്നു നോക്കണത്. പണ്ടാറടക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതൊക്കെ അറിയുന്നതല്ലേ. ഞാൻ
പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. കാരണം ആകെ കിട്ടുന്ന വെക്കേഷനിൽ 5000-10000 പേപ്പർ നോക്കാൻ കൊടുത്തിരിക്കുക അധ്യാപകർക്ക്. അതുകൊണ്ട് അതിങ്ങനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ 1000 പേപ്പറെങ്കിലും അത് നോക്കുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് അവർ വായിക്കൂല. ഞാനൊരു ട്രിക്ക് പറയുകയാണ് നിങ്ങളോട്, അത് അവർക്കും അറിയാം, നാളെ അവരും ഈ ക്ലാസ് കേൾക്കുമായിരിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് എഴുതി വെച്ചിട്ട് പിന്നെ ചക്കാന്ന് എഴുതിയിട്ട് ഇവിടെ കഞ്ഞീന്ന് എഴുതേണ്ടത് അതിൻ്റെ അടുക്ക് അതല്ലല്ലോ. പ്രധാനപ്പെട്ട പോയിന്റിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ആ സാധനം നമുക്ക് അറിയാൻ വേണം, അത് കുറിച്ച് വെക്കുകയും വേണം, തെറ്റാതെ എഴുതിപ്പോണം. അപ്പോൾ എക്സാം പോലെ ഒരു രസമായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുള്ളൂ. അല്ലാതെ ടൈമും കിട്ടിയിട്ട് വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെ മറിച്ചിരിക്കണ പരിപാടി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, കരിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെതിനെ കുറിച്ചുള്ള ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ കോൺസെൻട്രേഷൻ നടത്തുന്നില്ല. കരിയറിൽ നിങ്ങൾ എങ്ങട്ടാ പോകേണ്ടത് എന്ന കൃത്യമായ ഒരു അജണ്ട നിങ്ങൾക്കുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിന് മുമ്പേ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ മെഡിസിൻ ലക്ഷ്യം വെച്ചാൽ നിങ്ങളുടെ വെയിറ്റേജ് കൂട്ടുമ്പോൾ 10ാം ക്ലാസ്സിൽ A+ ഇല്ലെങ്കിൽ പലയിടത്തുനിന്ന് നിങ്ങളെ തള്ളേണ്ടി വരും. +2 A+ ഇല്ലെങ്കിൽ പലയിടത്തുനിന്ന് നിങ്ങളെ തള്ളും. വെറും ഒരു എൻട്രൻസ് വെച്ചുകൊണ്ട് മാത്രം പോകാമെന്ന് വിചാരിക്കേണ്ട. കാരണം വെയിറ്റേജിലൂടെ ഇപ്പോൾ പോകുന്നത് കൊണ്ട്, അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും നിങ്ങൾ മാർക്ക് വാങ്ങിയേ പറ്റൂ. അതേപോലെ തന്നെ ചില ടെസ്റ്റുകളിലേക്ക് പോകേണ്ട കുട്ടികളും 10ാം ക്ലാസ്സിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങിയേ പറ്റൂ. ആ ഒരു തലത്തിൽ നിങ്ങൾ എക്സാമിനെ കാണണം. ഇനി ആ ശബ്ദം ചുരുക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാൻ, വളരെ ക്രിയാത്മകമായിട്ടാകണം എന്നുള്ളത്. പ്രയാസമില്ലെങ്കിൽ ഒന്നും കൂടി എഴുന്നേറ്റോ. ഇതൊരു പ്രയാസമായില്ലേ ഇടയ്ക്ക് എഴുന്നേൽക്കൽ. ഞാൻ എന്തിനാ ഈ 20 മിനിറ്റ് 30 മിനിറ്റ് കൂടുമ്പോൾ എഴുന്നേൽപ്പിക്കണമെന്നറിയോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷ് മൈൻഡ് വരും. അതുകൊണ്ടാണ്. മറ്റതിങ്ങനെ ഒന്നിൻ്റെ തുടർച്ചാകുമ്പോൾ ആ കനത്തിൽ കേൾക്കൂല. കൈയൊന്നും ഇങ്ങനെ പിടിച്ചാട്ടെ, അങ്ങനെ പിടിച്ചോ, പെണ്ണുങ്ങളും പിടിച്ചോ, ഞങ്ങളങ്ങോട്ട് നോക്കുന്നൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ 1 മിനിറ്റ് നമുക്കൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കാം. വെറും 1 മിനിറ്റ് കൈ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ആക്കിയാട്ടെ. ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയാട്ടെ. ഇതെങ്ങനെ ഞാനീ പിടിച്ച പോലെ തന്നെ. അപ്പം അതിൻ്റെ ഉള്ളിലൊരു സമ്മർദ്ദം കാണുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ഉണ്ടോ ഇല്ലേ? ഒരു ശക്തി കൂടും. മനസ്സിലായോ? ഇനി അത് ശക്തി കൂട്ടിക്കൊണ്ടുവരേ. ശക്തി കൂട്ടി കൈ അടിക്കേണ്ട, ശക്തി കൂട്ടിക്കൊണ്ടുവരാം. 1 മിനിറ്റ് ഒന്ന് സ്ട്രോങ് ചെയ്താൽ എത്ര സ്പീഡ് ചെയ്യണം? ഒന്ന് സ്ട്രോങ് ചെയ്തോ. അതിൻ്റെ ഇടയിൽ ആ തിക്നെസ് വരട്ടെ. പോരാ എത്ര ഒന്നും സ്ട്രോങ് പോരാ. നിങ്ങൾ വടകരക്കാരാ, കുറച്ചും കൂടി സ്ട്രോങ് ആവണം. കുറച്ച് സ്ട്രോങ് ചെയ്തോ. 1 മിനിറ്റ് ചെയ്താൽ മതി. 1 മിനിറ്റ് എത്രയെന്ന് ഇവിടെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നും ഉപകരിക്കുന്ന ഒരു എക്സസൈസാണ്. കുറച്ചും കൂടി സ്ട്രോങ്. അത് കണ്ട ആ കുട്ടികളൊക്കെ കാണില്ല. അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞത്. ബാക്ക് ബെഞ്ച് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞേ. ഒന്ന് സ്ട്രോങ് ചെയ്തോ. കുറച്ചും കൂടി സ്ട്രോങ്ങിൽ 1 മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറയും. 1 മിനിറ്റിന് ഇത്ര ദൈർഘ്യം ഉണ്ടോ നിങ്ങൾ ചോദിക്കും. അവസാനത്തെ 1/2 മിനിറ്റാണ്. അവസാനത്തെ 1/2 മിനിറ്റ് ഒന്നും കൂടി സ്ട്രോങ് ആയിക്കോ. പോരെ കുറച്ചും കൂടി സ്ട്രോങ്. അവസാനത്തെ 15 സെക്കൻഡ്, ലാസ്റ്റ് 15 സെക്കൻഡ്, ആ 15 സെക്കൻഡ്സ് ആണ്. ഒന്ന് സ്ട്രോങ് ചെയ്തോ. ലാസ്റ്റ് 10 സെക്കൻഡ് അമോര സ്പീഡിലൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. ഇപ്പോഴും 48 തന്നെ നിൽക്കുകയാണ്. 1 മിനിറ്റ് ഇപ്പോഴും ആയിട്ടില്ല. ഇനി മതി, നിർത്തിക്കാളി. സാധുവൊക്കെ ആകെ തളർന്നിക്കണ്. എങ്ങനെയുണ്ട്? ഇത് 1 മിനിറ്റ് എക്സസൈസാണ്. ആകെ എത്ര? 1 മിനിറ്റ്. ഞാനൊരു അഭിപ്രായം പറയണേ. അഭിപ്രായം മാത്രമായിട്ട് എടുത്താൽ മതി. ഡോക്ടേഴ്സ് പറയാറുണ്ട് ഡെയിലി 3/4 മണിക്കൂർ എക്സസൈസ് ചെയ്യണം, 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഞാനൊരിക്കലും അത് വിശ്വസിക്കുന്നില്ല. ഡോക്ടേഴ്സിനത് പറയാം. കാരണം നമ്മൾ സാധാ നടത്തവും സാധാ ഇരുത്തൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്നാൽ അതിസമർത്ഥരായ എക്സസൈസിൽ മുന്നിട്ട് പോയിട്ടുള്ള ആളുകൾ പറയുന്നത് 5 മിനിറ്റ് ചെയ്താൽ മതി. എത്ര മിനിറ്റ്? പക്ഷെ 5 മിനിറ്റിൽ 1 മിനിറ്റാണ് ഇത്. മനസ്സിലായോ? 1 മിനിറ്റാണ് ഇത്. അങ്ങനത്തെ ഒരു 4 കൂടി അത് ചെയ്താൽ മതി. ഞാൻ മുമ്പൊക്കെ കുറച്ച് അഭ്യാസമൊക്കെ ചെയ്തിരുന്നു, കുൻഫു കളരിയൊക്കെ. അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളോട് എന്ന് വെച്ചാൽ 5 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ മതി മനുഷ്യൻ. കാരണം ഈ സമയമില്ലാത്ത സമയത്ത് നമ്മൾ 1 മണിക്കൂറൊക്കെ ഓടാൻ പോവുക. ഇവിടെ നടക്കണ കാര്യം അപ്പോൾ അത് ചിലർക്കൊക്കെ നടക്കും. എല്ലാവർക്കും നടക്കണ കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? എല്ലാവർക്കും നടക്കലാകെ എന്താ? ട്രെയിനിൽ പോവുകയാണെങ്കിലും ട്രെയിനിലുള്ള ആൾക്കാരോട് പറയാം, ഞാൻ ഡെയിലി ഒരു 5 എക്സസൈസ് ചെയ്യലുണ്ട്, അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ ഇരുന്നിട്ടും ആക്കത്. അല്ലാതെ ഓടണമെങ്കിൽ എത്ര സ്ഥലം വേണം, നടക്കണമെങ്കിൽ എത്ര സ്ഥലം വേണം, ഇതൊന്നും വേണ്ട. ലോകത്തിൽ എവിടെ പോയാലും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ചില തളർച്ചകൾ വരുമ്പോൾ ഇപ്പം ചെയ്ത എക്സസൈസ് ചെയ്താൽ മതി. കേൾക്കണ്ടോ പറഞ്ഞേ? ഇപ്പം കയ്യാകെ കടഞ്ഞോ സാറേ എന്ന് അത് നിങ്ങൾ സ്ലോ ചെയ്താൽ മതി. ഇപ്പം ഞങ്ങൾ കൊണ്ട് 1 മിനിറ്റ് ഒന്ന് സ്ട്രോങ് ചെയ്യിപ്പിച്ചതാണ്. സ്ലോ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രഷ് ആവും. ഇതിങ്ങനെ ഒന്ന് കൈ പിടിച്ചാട്ടെ. ഇങ്ങനെ കൈ പിടിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഈ തളർച്ചയിൽ ചെയ്യണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓർമ്മിപ്പിക്കണം എന്നുള്ളൂ കേട്ടോ. 2ാമത്തെ എക്സസൈസ് ഇതിൽ പെട്ട 2ാമത്തത്. നമ്മൾ ഈ 2 ചെയ്താലും മതി. വലിയ ആൾക്കാർ, കുട്ടികൾ കുറച്ച് കൂടുതൽ ചെയ്യണം. അതാ ശ്രദ്ധിച്ചോ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ തളർച്ച വരുമ്പോൾ ഇത്തരം എക്സസൈസുകൾ ചെയ്താൽ പിന്നെ തളർച്ച പോകും, എനർജി ഒന്ന് കൂടും. പിന്നെ നടക്കുക, വെള്ളം കുടിക്കുക, എന്നിട്ട് ഇത് മനസ്സിൽ കേട്ടുക,
അങ്ങനെ നിങ്ങളിപ്പോൾ സംശയമുണ്ട്, നിങ്ങൾ പഠിക്കുന്നത് തലയ്ക്ക് കയറുന്നില്ല, മൊബൈൽ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, വീട്ടിൽ ഫോൺ ഉണ്ടല്ലോ, വേഗം വിളിക്കുക. എടാ ഈ സ്റ്റെപ്പ് എങ്ങനെയാണ്, ആ സ്റ്റെപ്പ് എങ്ങനെയാണ്, ഫോണ് വിളിച്ചിട്ട് തൻ്റെ കൂട്ടുകാരോട് ഈ കാര്യം ചോദിക്കണം. അതിനപ്പോൾ ഫോൺ ഉപയോഗിക്കണ്ടേ? എല്ലാ വാട്സപ്പും എല്ലാ കുന്തം ഓഫാക്കി അവിടെ വെക്കുക. അല്ലാതെ വാട്സാപ്പിലാക്കിയിട്ട് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുക, എന്നിട്ട് ഓൻ അരമണിക്കൂർ മെനക്കെട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് തരണം, അത് പറ്റൂല. ഈ സ്റ്റെപ്പ് ഇവിടെ സ്റ്റക്കായിപ്പോയി, അതുകൊണ്ട് ഇത് എന്താ ചെയ്യേണ്ടത്? എടാ A+ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി, അത് ഇങ്ങോട്ട് ഇട്ടാൽ മതി, അതിൻ്റെ കൂടെ രണ്ടും കൂടി കൂട്ടി അതാക്കും, ഈ മുകളിൽ 2 കാണുന്നില്ലേ, ഓനൊരു മിനിറ്റ് കൊണ്ട് ആൻസർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ആൻസർ ഇപ്പോഴാണ് മൊബൈൽ കൂടുതൽ നിങ്ങൾ വിളിക്കണ്ടേ. കാരണം ഇതെങ്ങനെ നടത്തുക, അതെങ്ങനെ നടത്തുക, എടാ ഗ്രാമറിൻ്റെ പാട്ട് എനിക്ക് തിരിഞ്ഞില്ല, അതെങ്ങനെയാണ് എന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളമായിട്ട് വിളിക്കുകയും, അപ്പോൾ ബേജാറാവരുത്, അവനൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ടാരം, ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ വിളിക്കേണ്ടത് വ്യത്യസ്തരായ ആൾക്കാർക്കാണ്. എന്നിട്ട് മനസ്സിൽ കരുതുക, അവൻ പഠിച്ചത് വേറെയാണ്, ഇവൻ പഠിച്ചത് വേറെയാണ്, ഞാൻ പഠിച്ചതും വേറെയാണ്, അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ എന്നാണ് മനസ്സുകൊണ്ട് സമാധാനിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിശക്തമായി പഠിത്തത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ ഞാൻ പറയുന്നു, വോയിസ് ഓഫ് ഓർക്കാട്രി ഇന്ന് നടത്തിയ ഈ പ്രോഗ്രാമിലൂടെ എന്തായാലും കൃത്യമായ പഠനം നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും, ഉയർന്ന മാർക്കോടെ. അതുകൊണ്ട് ആദ്യം ഇവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം പരീക്ഷ എഴുതുന്ന 10th +1 +2 ഡിഗ്രിയും PGയും എല്ലാവരും ഈ പ്രാവശ്യം ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ, അതോടൊപ്പം SSLC +2കാരാണെങ്കിൽ A1 A+ എങ്ങനെങ്കിലും എടുക്കാൻ ഞങ്ങൾ നോക്കും സാറേ എന്നർത്ഥത്തിൽ ഈ വോയിസ് ഓഫ് ഓർക്കാട്രിക്ക് വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും സ്പീഡിലൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ രീതിയിൽ പഠിച്ചിട്ട് ഞങ്ങളൊന്ന് ഉഷാറാക്കും ഒന്ന് സ്പീഡിൽ എഴുന്നേറ്റ് നിന്നോ. എല്ലാവരും അല്ല, വിദ്യാർത്ഥികൾ മാത്രം. ഡിഗ്രിക്കാർ, PGക്കാർ, +1കാർ, SSLCക്കാർ ആർ റെഡി ഫോർ ദാറ്റ്. മൊത്തം എഴുന്നേറ്റുന്നോ. ആരൊക്കെ എഴുന്നേറ്റുന്നേ? മൊത്തം ഒന്നും കൂടി എഴുന്നേറ്റ് നിന്നാട്ടെ. ഇതുവരെ നിന്നവരൊക്കെ നിന്നാട്ടെ. റെഡിയല്ലേ? നന്നായിട്ട് പഠിക്കൂലേന്ന് ഉറപ്പല്ലേ? ശരി, സിറ്റ് ഡൗൺ പ്ലീസ്. ഇത് ആർക്ക് വേണ്ടിയാ പറഞ്ഞേ? നിങ്ങൾക്ക് വേണ്ടിയാട്ടോ.